ഷോറൂമിൽ ഇറക്കുമ്പം ഇതേപോലെ കിട്ടൂല. ഷോറൂമിൽ ഈ റേറ്റിന് ചെയ്യാനും പറ്റൂല. നല്ല വലിയൊരു റേറ്റ് തന്നെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ വരാൻ കാരണം. എറണാകുളം ജില്ലയിൽ അല്ലേ? എറണാകുളം എവിടുന്ന വരുന്നത്? കാക്കനാട്. അപ്പോൾ എറണാകുളം കാക്കനാട് നിന്നും നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലേക്ക് ഈ ചേട്ടൻ വന്നിരിക്കുന്നത്. വർക്കിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. അപ്പോൾ താങ്കൾ ചെയ്ത വർക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇതൊന്നും നമ്മൾ പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല കേട്ടോ. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. നമുക്കൊരു ZXi വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം ആക്സസറീസുകൾ വീണ്ടും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ നിരത്തിലിറങ്ങുന്ന ഒരു വാഹനമാണ് വാഗണർ, മാരുതിയുടെ വാഗണർ. ഈ കാണുന്ന വാഹനവും മാരുതിയുടെ ഏറ്റവും പുതിയ 2022 പുറത്തിറങ്ങിയ ZXi മോഡൽ വാഹനമാണ്. ഓട്ടോമാറ്റിക് വാഹനമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ZXi വാഹനം ഷോറൂമിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലാം അതിൽ ഉണ്ടാകുമെന്ന്. പക്ഷേ ഉണ്ടാവില്ല. നിൽക്കുന്ന ഈ വാഹനം ഒരു ZXi വാഹനമാണ് വാഗണറിൻ്റെ. ഈ വാഗണർ വാഹനം മേടിച്ചാലും നമുക്ക് ഇതിൽ ഒരുപാട് ആക്സസറീസുകൾ വീണ്ടും നമുക്ക് ചെയ്യേണ്ടതായി വരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണ്, അതിൻ്റെ വില നിലവാരങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ആക്സസറീസുകളാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ZXi വാഹനം എടുക്കുവാനും അതുപോലെ VXi ബേസ് മോഡൽ ഏത് വേരിയൻറ്റ് എടുക്കണം എന്ന് ഒരുപാട് പേര് ആലോചിച്ചിരിക്കുന്നുണ്ടാവും. ഒരു തീരുമാനത്തിലേക്ക് എത്താതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. LXi വാഹനം എടുത്താലും VXi വാഹനം എടുത്താലും ZXi എടുത്താലും നിർബന്ധമായും എന്നല്ല, മസ്റ്റായി നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈ 3 വേരിയൻറ്റിലും നമുക്ക് നിർബന്ധമായും ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതെടുക്കുന്നതാണ് ലാഭകരം അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഏത് ഓപ്ഷൻ നമുക്ക് വേണം, എങ്ങനെയുള്ള ഫങ്ഷൻസ് നമുക്ക് വേണം എന്നുള്ളതെല്ലാം കസ്റ്റമറുടെ ചോയ്സാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എല്ലാ വർക്കുകളും നമ്മൾ ആ വണ്ടിയിൽ കംപ്ലീറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വർക്കുകളും കാര്യങ്ങളും കണ്ടപ്പോൾ ചേട്ടന് എന്ത് തോന്നി? വർക്കിൽ നല്ല പെർഫെക്ഷനാണ്. അതുപോലെ തന്നെ റേറ്റിൻ്റെ കാര്യത്തിലും നല്ല താഴ്ന്ന റേറ്റിലാണ് പോണത്. താഴ്ന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളുടെ ക്വാളിറ്റി നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ്. നല്ല ക്വാളിറ്റിയാണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയിലും നല്ല ലോ പ്രൈസിലും നല്ല രീതിയിൽ നല്ല വർക്കുമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പുള്ളിക്കാരനെ ഞാൻ നേരിട്ട് പരിചയമില്ലായിരുന്നു, യൂട്യൂബ് വഴി വീഡിയോസ് കണ്ടുള്ള പരിചയമാണ്. എങ്കിലും ഞാൻ ഫോൺ ചെയ്തു, പുള്ളിയായിട്ട് സംസാരിച്ചു, കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഫോട്ടോ കാണിച്ചും എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ കണ്ട് അതിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയിൽ തങ്ങളുടെ ആക്സസറിയെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു. അതിലും നല്ല അഭിപ്രായമായിരുന്നു. അതെല്ലാം കേട്ടറിഞ്ഞും ആ ഡീലിങ്ങിൻ്റെ പുറത്തും നമ്മളിവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ സന്തോഷവാനായി. കാണുമ്പോൾ നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പം ഇതേപോലെ കിട്ടുമെന്നാണ് എല്ലാവരുടെയും വിചാരം. അതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷത്തിനും മേലെ നമുക്ക് വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നവർക്ക് ഒരു ബോധ്യം വരണം, നമ്മുടെ വർക്കുകൾ എങ്ങനെയാണ്. എന്ത് ചെയ്താലും നമുക്ക് മോശം അഭിപ്രായം മാത്രം പറയുന്ന, മോശം കമൻറ്റുകൾ മാത്രം ഇടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും നമ്മൾ അധികം മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്തൊരു സംരംഭമാണെങ്കിലും അതിനൊരു 2 അഭിപ്രായം പറയുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാവാം. കാരണം നമ്മൾ 100% നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ആക്സസറീസുകളും നമ്മൾ ചെയ്യുന്നതെല്ലാം വാറണ്ടിയോട് കൂടി തന്നെയാണ്. ഇതുപോലെ വാഹനം എടുത്തിരിക്കുന്നവരും ആക്സസറീസുകൾ എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നവരും തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആക്സസറീസുകളുടെ ക്വാളിറ്റി, എന്തൊക്കെ സാധനങ്ങളാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പ്രധാനമായിട്ടും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഗണറിൻ്റെ ഫ്രണ്ട് വശം വരുന്നത് മാരുതിയിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ലഭിക്കുമ്പോൾ ഈ പോർഷൻ നമുക്ക് ഈ വാഹനത്തിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ അടിയിൽ കൊടുത്തിരിക്കുന്ന ഈ പോർഷനും നമുക്ക് ഈ വാഹനം വാങ്ങുമ്പോൾ ഉണ്ടാവില്ല. അത് LXiയിലായാലും VXiയിലായാലും ZXiയിൽ പോലും നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് വരുന്നില്ല. ഇത് നമ്മളിപ്പോൾ അഡീഷണൽ ചെയ്തിരിക്കുന്ന ഒരു ബോഡി കിറ്റ് എന്ന് പറയും. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറേ പാർട്സുകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ വരുന്ന ഒരു പാർട്ടാണ് ഈ 2 പോർഷൻ, ഈ സിൽവർ കളറിലുള്ളതും അതുപോലെ തന്നെ ഈ സിൽവറും ബ്ലാക്കും കൂടിയ ഈ മിക്സിങ് പോർഷനും നമുക്ക് സെപ്പറേറ്റ് നമ്മളിപ്പോൾ അഡീഷണൽ ഫിറ്റ് ചെയ്തതാണ്. വാഗണറിന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്ന ഒരു പാർട്ടാണ് കേട്ടോ അത്.
കൂടാതെ നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ക്രോമിങ് ഫിനിഷിംഗ് ആണ്. ഈ ഒരു ക്രോം ഫിനിഷിങ് കമ്പനി വരുമ്പോൾ ഈ സെൻറ്ററിലെ ഈ പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 4 പീസും നമ്മൾ അഡീഷണൽ നമ്മൾ ചെയ്തേക്കുന്നതാണ്. അതും വാഹനത്തെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഭംഗി കൂട്ടുന്ന ഒരു ആക്സസറീസ് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡ് വ്യൂവിലേക്ക് ഒന്ന് പോവാം. സൈഡ് വ്യൂവിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ വീലാർച്ചാണ്. ഇത് ഈ ബോഡി കിറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഈ വീലാർച്ച്. ഇത് ഫുള്ള് 4 വീലുമേയും ഇതുപോലെ വീലാർച്ച് വരും. ഈ പോർഷനിൽ നമുക്ക് മഡ് ഫ്ലാപ്പാണ് വരുന്നത് കേട്ടോ. കൂടാതെ നമുക്കിതിൻ്റെ റണ്ണിങ് ബോർഡിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്. റണ്ണിങ് ബോർഡുമേ ഡബിൾ കളറിങ് ആണ് വരുന്നത്. സിൽവറും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡിങ്ങും കൊടുത്തിട്ടാണ് ഇതിൻ്റെ റണ്ണിങ് ബോർഡ് വരുന്നത്. ഇതും ഈ ബോഡി കിറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കൂടാതെ നമുക്ക് അഡീഷണൽ വരുന്നത് സൈഡ് ബീഡിംഗ് ആണ്. വാഗണർ എന്നുള്ള ലോഗോ അടക്കം കൊടുത്തിരിക്കുന്ന ഒരു സൈഡ് ബീഡിംഗ് ആണ് ഈ വാഗണറിനെ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. ഇത് ZXi വാഹനത്തിൽ ഇല്ല കേട്ടോ. ഇതും നമ്മൾ അഡീഷണൽ ചെയ്ത ഒരു വർക്ക് തന്നെയാണ്. കൂടാതെ വീലാർച്ച് ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ നമ്മുടെ വീലാർച്ച് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ് നമ്മുടെ ബാക്കിലെ ഡിഫ്യൂസർ എന്ന് പറയും. അതുകൂടാതെ തന്നെ ബാക്കിലെ സ്കിഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഈ സിൽവർ അടക്കം വരുന്ന ഈ ഒരു ബ്ലാക്ക് പാർട്ട് ഫുള്ളായി നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു നമ്പർ പ്ലേറ്റ് ഗാർണിഷ് എന്ന് പറയും. ഇത് നമ്മൾ അഡീഷണലി ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നതാണ്, നമ്പർ പ്ലേറ്റ് ഗാർണിഷ്. കൂടാതെ നമ്മുടെ വാഹനത്തിൽ ഏറ്റവും ഭംഗി കൊടുക്കുന്നതും വാഹനത്തിൻ്റെ വലുപ്പത്തെ കുറച്ച് കൂട്ടുന്നതുമായ ഒരു ഐറ്റമാണ് നമ്മുടെ സ്പോയിലർ. വണ്ടിയുടെ അതേ ബോഡി കളറിലുള്ള ഒറിജിനൽ സ്പോയിലർ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഷോറൂമിൽ നിന്ന് കൊടുക്കുന്ന അതേ മോഡൽ ലൈറ്റ് വെയ്റ്റ് സ്പോയിലർ തന്നെയാണ്. ഇത് പലരും പറയുന്ന പോലെ കളർ പോവുകയോ അതുപോലെ തന്നെ വ്യത്യാസങ്ങൾ വരികയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒറിജിനൽ ക്വാളിറ്റി മെറ്റാലിക് പെയിൻറ്റിങ് തന്നെയാണ് ഈ സ്പോയിലറിന് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ അതേ മാച്ചിങ്ങിൽ തന്നെയാണ് നമ്മുടെ ഈ സ്പോയിലർ നമ്മൾ ഫിറ്റിങ്സും ചെയ്തിരിക്കുന്നത് കേട്ടോ. കൂടാതെ നമ്മുടെ ഈ വാഹനത്തിന് നമ്മൾ അഡീഷണലായി കൊടുത്തിരിക്കുന്നതാണ് റൂഫ് റെയിൽ. 2 ഭാഗത്തേക്കും വരുന്ന ഈ റൂഫ് റെയിലാണ് വാഹനത്തിൻ്റെ ഒരു ഹൈറ്റ് തന്നെ കൂട്ടും. അതുപോലെ തന്നെ വണ്ടിക്ക് മൊത്തത്തിലൊരു ഫിഗർ കൊടുക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ റൂഫ് റെയിൽ. ഇത് സിൽവറും ബ്ലാക്കും കൂടി കലർന്ന ഒരു കളറിലാണ് വരുന്നത്. കാഴ്ചയ്ക്ക് നല്ല ഭംഗി കൂടാതെ വാഹനത്തിനൊരു ഹൈറ്റും നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് വ്യൂ എന്നുള്ള ഒരു വ്യൂ നമുക്ക് കാണിച്ചു തരാം. വീലാർച്ച് അതുപോലെ തന്നെ സൈഡ് ഗ്ലാഡിങ് അതുപോലെ തന്നെ അടിയിലത്തെ അണ്ടർ ഭാഗത്ത് വരുന്ന ഒരു ഗ്ലാഡിങ് അടക്കമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡോർസിൽ ഗാർഡ് എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വാഗണറിന്ന് പഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റിംഗ് ആണ് കേട്ടത്. ഇത് ഡോർസിൽ പ്ലേറ്റ് എന്ന് പറയും. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മളൊരു ട്രേ ടൈപ്പ് ഒരു മാറ്റും നമ്മൾ ഈ വാഹനത്തിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ് നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടില്ല. കസ്റ്റമറുടെ അഭിപ്രായ പ്രകാരമാണ് നമ്മളതിൽ ഫ്ലോറിങ് ചെയ്യാതിരുന്നത്. കൂടാതെ നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് നാപ്പ ലെതറിലുള്ള ഒരു സീറ്റ് കവറാണ്. എക്സ്ട്രാ ഫോമും അതുപോലെ തന്നെ ത്രിബിൾ സ്റ്റിച്ചിങ്ങും നൈലോണിൻ്റെ നൂലുകളും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഈ സീറ്റ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മൾ 1 ഇയറോളം നമ്മൾ വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു സീറ്റ് കവറാണ് കേട്ടത്. വാഹനത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ ആക്സസറീസുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്ത നമ്മുടെ ചേട്ടൻ ആ വർക്കുകളിലെല്ലാം സാറ്റിസ്ഫൈഡാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റ ബൈ ബൈ.